നമസ്കാരം, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള, അതേസമയം ഈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല പലഹാരം. ഈ റെസിപ്പിയുടെ കാര്യം പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു യൂട്യൂബ് ഫോളോവർ ഉണ്ട്, ട്രീസ. എനിക്ക് ഒരു ദിവസം മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അവർ കൊല്ലത്താണ്. അപ്പോൾ കൊല്ലത്ത് ശക്തികുളങ്ങര അമ്പലത്തിൽ ചിരട്ടപ്പം എന്ന് പറഞ്ഞിട്ട് ഒരു അപ്പം ഉണ്ട്, ചേച്ചി ഒന്ന് ട്രൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് റെസിപ്പി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റെസിപ്പി ഞാൻ ട്രൈ ചെയ്തു. പക്ഷേ എനിക്ക് ഇവിടുത്തെ അരിപ്പൊടിയുടെ കുഴപ്പമെന്ന് തോന്നുന്നു, ശരിയായില്ല. ആ റെസിപ്പിയിൽ നിന്ന് ഞാൻ മാറ്റം വരുത്തി ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്ന റെസിപ്പി. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റീം ചെയ്യുന്ന ഒരു ഇഡ്ഡലി പോലുള്ള സ്റ്റീം ചെയ്യുന്നുള്ള ഐഡിയ ട്രീസയുടെയാണ്. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കൂട്ടോ ട്രീസ. അതുപോലെ തന്നെ നിങ്ങൾ മീൻകറി ഉണ്ടാക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞ കാരണം ഞാൻ മീൻകറി കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് പേര് കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു പച്ചമാങ്ങ ഇല്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും കാണാത്തവർ കണ്ടു നോക്കാനും ഉണ്ടാക്കി നോക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഒട്ടും താമസിക്കാൻ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള പഴം കൊണ്ടുള്ള സ്നാക്ക് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള പഴം വെച്ചിട്ടുള്ള സ്റ്റീം ചെയ്തിട്ടുള്ള അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പേര് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും ഉപയോഗിക്കാം. അതായത് നേന്ത്രപ്പഴം നമുക്ക് ഉപയോഗിക്കാം, ചെറുപഴം ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഞാലിപ്പൂവനോ റോബസ്റ്റോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏത് പഴമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതനുസരിച്ച് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഒരു പഴം എടുക്കുക. നല്ല പഴുത്ത പഴമായിരിക്കും, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഒരു കറരസം ഉണ്ടാവാൻ പാടില്ല. അതുണ്ടെങ്കിൽ നമ്മുടെ അപ്പത്തിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് മാക്സിമം നല്ല പഴുത്ത പഴം ചൂസ് ചെയ്യുക. ഞാൻ ഉള്ളിലത്തെ ആ കുരു ഇല്ലേ, ആ ബ്ലാക്ക് ഷെയ്ഡ് ഇല്ലേ, അത് ഞാൻ റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കുരു ഒന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്ന കാരണം മാത്രം ഈ കുരു ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ചെറിയ ജാറിലോട്ട് അങ്ങ് ചെറുതാക്കി അങ്ങ് അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ പഴത്തിൻ്റെ കണക്കെന്ന് പറയുന്നത് നമ്മുടെ അരച്ച് വരുമ്പോൾ 3/4 ഗ്ലാസ് ഉണ്ടാവണം, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊരു പഴം അരിഞ്ഞിട്ടിട്ടുണ്ട്, നമുക്ക് അരച്ച് കൊണ്ടുവരാം. ഇതാ ഞാനിവിടെ പഴം അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. 3/4 ഗ്ലാസ് പഴം അരച്ചതുണ്ട്. അപ്പോൾ എനിക്ക് ഒരു പഴം മതിയായില്ല, ഞാൻ വീണ്ടും പഴം കൂടി എടുത്തു. കാരണം ഞാൻ ആ ഉള്ളിലത്തെ ആ ബ്ലാക്ക് കളർ സീഡ് എടുത്ത് റിമൂവ് ചെയ്ത കാരണം ഒരു പഴം അരച്ചപ്പോൾ എനിക്ക് പകുതി ഗ്ലാസ് കിട്ടിയുള്ളൂ. അപ്പോൾ ഞാൻ പഴം കൂടെ അരച്ചു. അതിന് 3/4 ഗ്ലാസ് പഴം അരച്ചത് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ഗ്ലാസിൻ്റെ ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഫൈനായിട്ട് അരയ്ക്കണമെന്നൊന്നുമില്ല. ഇനി ഞാൻ ഇതിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പോവാണ്. പഞ്ചസാരയുടെ അളവ് ഡിപ്പെൻസ്. ഇപ്പൊ നിങ്ങളുടെ പഴത്തിന്റെ മധുരം അനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മധുരം എത്ര വേണം അതിനനുസരിച്ചൊക്കെ ചേർക്കുന്ന പഞ്ചസാരയുടെ അളവ് മാറ്റം വരും. ഞാനിപ്പോൾ ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് നോക്കട്ടെ. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു അല്പം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് നാളികേരം ചേർക്കാം കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ ഒരു നാളികേരം ചേർക്കുന്നില്ല. നന്നായിട്ട് ഈ പഞ്ചസാര മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ പഞ്ചസാര നിങ്ങൾ ആ അടിക്കുന്ന സമയത്ത് മിക്സിയിലിട്ട് അടിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പൊ നന്നായിട്ട് പെട്ടെന്ന് തന്നെ അതങ്ങ് അരഞ്ഞു കിട്ടിക്കോളും. ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന അരിപ്പൊടിയാണ്. ഞാനിപ്പോൾ ഒരു 3/4 ഗ്ലാസ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ്, നമ്മൾ അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. ഇത് പഴം ആയതുകൊണ്ടൊരു ഭംഗിയുള്ള കളറൊന്നും ഉണ്ടാവില്ല, അതാണൊരു ഇഷ്യൂ. പക്ഷെ ടേസ്റ്റ് ഉണ്ടാവും, അത് ഞാൻ ഉറപ്പ് തരാം. ഇഡ്ഡലി മാവിന്റെ പരിവാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇതിലേക്ക് നിങ്ങൾക്ക് പാൽ ഒഴിക്കാം, അതല്ലെങ്കിൽ വെറും വെള്ളം ഒഴിച്ച് കൊടുക്കാം ആ തിക്നെസ് വരാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ 3/4 ഗ്ലാസ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. ആദ്യം ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഞാൻ ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാൻ പോവാണ്. ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇഡ്ഡലി മാവിന്റെ പരിവാന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഇച്ചിരി ടൈറ്റ് തന്നെയായിട്ട് ഇരിക്കണം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടെ ഒഴിക്കാം. ഈ സമയത്ത് ടേസ്റ്റ് ഒന്ന് നോക്കാം. ഇത്തിരി മധുരം മുന്നോട്ട് നിന്നാലാണ് സ്റ്റീം ചെയ്ത് വരുമ്പോൾ ആവശ്യത്തിന് മധുരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ മൊത്തം ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഉണക്കമുന്തിരി ഇടുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇവിടെ ജാനിന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മാത്രം ഇടുന്നതാണ്. അതൊരു ടേസ്റ്റ് കൂട്ടും, പക്ഷേ പിള്ളേർക്കൊന്നും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഇടേണ്ട. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഉണക്കമുന്തിരി ഇടണമെന്നൊന്നുമില്ല. നമ്മൾ ചെയ്ത് നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാറുണ്ട് ചില സമയത്ത്. ഇപ്പം ഞാൻ ഇടുന്നില്ല. അതിൽ കപ്പലണ്ടി വണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു അരപ്പഴം വളരെ നൈസാക്കി അങ്ങ് അരിഞ്ഞിട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. പിന്നെ നാളികേരം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. 1 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ നാളികേരം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ നാളികേരം എടുക്കുന്നില്ല. പഴം നൈസാക്കി അങ്ങ് അരിഞ്ഞിട്ട് കൊടുക്കാം. ആ ഉള്ളിൽ അങ്ങ് വെന്ത് വരുന്ന സമയത്ത് പഴം കൂടെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും.
ഞാനിത് പല രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഈ റെസിപ്പി. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 ഗ്ലാസ് വെള്ളമാണ് ഇതിൽ ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഈ ഒരു കൺസിസ്റ്റൻസി, ഞാൻ പറഞ്ഞ പോലെ ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസി. നിങ്ങൾക്ക് ഇതിൽ ബേക്കിംഗ് സോഡ ചേർക്കാതെ ഉണ്ടാക്കാം, അതായത് അപ്പക്കാരം ചേർക്കാതെ ഉണ്ടാക്കാം, അതല്ലെങ്കിൽ ചേർത്തിട്ടുണ്ടാക്കാം. അപ്പം ഞാനിവിടെ ഈ മാവ് സ്റ്റീമറിൽ ഒഴിക്കുന്നേക്കാളും ജസ്റ്റ് മുൻപ് മാത്രമാണ് അപ്പക്കാരം ഇടുന്നുള്ളൂ, നേരത്തെ തന്നെ ഇട്ട് വെക്കുന്നില്ല. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീമർ വെക്കുക. അല്ല, വെള്ളം ഞാൻ താഴെ വെച്ചിട്ടുണ്ട്, വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം നന്നായി ഒന്ന് തിളക്കട്ടെ. വെള്ളം തിളച്ചതിന് ശേഷം മാത്രം ഇഡ്ഡലി തട്ടിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പം നന്നായി ഹൈ ഫ്ലെയിമിലാണ് ഇപ്പം ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. നന്നായി വെള്ളം തിളച്ചിട്ട് ആവി വരുന്ന സമയമാവട്ടെ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇഡ്ഡലി തട്ടൊക്കെ ഇല്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പാത്രം എടുക്കുക. ഈ പാത്രത്തിൽ നമ്മുടെ മാവ് ഒഴിച്ചതിന് ശേഷം സ്റ്റീം ചെയ്തെടുത്താലും മതി. എൻ്റെ വട്ടയപ്പത്തിലാന്ന് തോന്നുന്നു കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഈ ഇതേപോലെ സ്റ്റീമർ ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് സ്റ്റീം ചെയ്തെടുക്കുന്നുള്ള വീഡിയോ അതൊന്ന് നോക്കുക. ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിൽ ഈ മാവ് ഒഴിച്ചതിന് ശേഷം ആ പാത്രത്തിൽ വെച്ച് അടച്ചു കഴിഞ്ഞാലും നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇഡ്ഡലി ഉണ്ടാക്കാനൊക്കെ അങ്ങനെ പറ്റും. ആ വീഡിയോ കാണാൻ മറക്കരുത്. ഓക്കെ, ഞാൻ ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ, അതായത് നമ്മുടെ മാവ് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു സ്റ്റീമർ ചൂടാക്കാൻ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്റ്റീം വരും. ആ സമയം കൊണ്ട് മിക്സ് ചെയ്ത് ഉടനെ തന്നെ അങ്ങ് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിനി ഇപ്പോൾ നല്ലതായിട്ട് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മാവിലോട്ടൊരു അല്പം, അതായത് ഒരു നുള്ളിൽ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാൻ പോവാണ്. അത് നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഒരു നുള്ളു മാത്രം മതി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു കൺസിസ്റ്റൻസി, നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കില്ലേ, നമ്മളല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കുന്ന കൺസിസ്റ്റൻസി. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ സ്റ്റീം വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം ഒഴിച്ചു കൊടുക്കാം. ഗ്രീസ് ചെയ്യാൻ മറക്കരുത്. നോൺ സ്റ്റിക്കിൻ്റെ ഇഡ്ഡലി തട്ടാണെന്നുണ്ടെങ്കിൽ ഗ്രീസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഗ്രീസ് ചെയ്യണം, അല്ലെങ്കിൽ ഇളകി വരില്ല. ഓരോ ടേബിൾ സ്പൂൺ വീതം ഒഴിച്ചു കൊടുത്താൽ മതി, ഒരുപാട് വേണ്ട. അങ്ങനെ മൊത്തത്തിൽ ഈ 7 അപ്പത്തിനുള്ള മാവ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുക്കുകയാണ്. നിർബന്ധമൊന്നുമില്ല കേട്ടോ, കാരണം ഇതൊരു ഓഫ് വൈറ്റ് ആയതുകൊണ്ട് ഒരു അട്രാക്റ്റീവ് അല്ല നമ്മുടെ അപ്പം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അട്രാക്റ്റീവ് ആക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രം. അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടിയോ അല്ലെങ്കിൽ ചെറി ഉണ്ടെങ്കിൽ ചെറി വെച്ച് കൊടുക്കാം. ഞാൻ സാധാരണ ചെയ്യുമ്പോൾ ഒന്നും ചെയ്യാറില്ല കേട്ടോ, നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ചെയ്യുന്നു മാത്രം. ആവിയൊന്നും കയ്യിൽ ആക്കണ്ട. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കുക. ഒരു സ്ക്യൂർ എന്തെങ്കിലും ഇട്ടിട്ട് എന്നിട്ട് ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ടെന്നാണ് കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതൊന്ന് കുക്കായിട്ടുണ്ടോ നോക്കട്ടെ. ഒരു സ്ക്യൂറോ എന്തെങ്കിലും വെച്ച് കണ്ടിട്ട് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കുക. ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ, നന്നായിട്ടങ്ങ് റെഡി ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ നമുക്കിത് എടുക്കാം. ചൂടാറിയതിന് ശേഷം മാത്രം ഇതിൽ നിന്ന് റിമൂവ് ചെയ്യുക, അതല്ലെങ്കിൽ അതുമല്ല നമ്മുടെ ഇഡ്ഡലി തട്ടിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയുള്ള പരിപാടി. 5 മിനിറ്റ് സ്റ്റീം ചെയ്യാൻ, 5 മിനിറ്റ് മിക്സ് ചെയ്യാൻ, അങ്ങനെ മൊത്തം 10 മിനിറ്റ് മതി നമുക്കിത് സംഭവം ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്റ്റീമർ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ എല്ലാം മിക്സ് ചെയ്യുക, സ്റ്റീം ചെയ്തെടുക്കുക, അത്രയുള്ള പരിപാടി. അപ്പോൾ കൈ കൊള്ളാതെ നമുക്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതെടുത്ത് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള മാവ് ഇതേപോലെ തന്നെ വേറൊരു തട്ടിൽ സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെടുക്കാം. ഞാൻ നമ്മുടെ ഇഡ്ഡലി തട്ടിയിൽ നിന്ന് എടുത്തു. പഴത്തിൻ്റെ ഈ കറുത്ത കുത്തുകൾ വരുന്നല്ല കേട്ടോ, നമ്മുടെ പഴത്തിൻ്റെയാണ്. പഴം കുക്കായി കിട്ടുമ്പോൾ അങ്ങനെ വരുന്നത്. അതുകൊണ്ട് പക്ഷേ ടേസ്റ്റിനൊരു ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ അത് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതേപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ കണ്ട ശരിക്കും നമ്മുടെ ഇഡ്ഡലി തന്നെ, ഇഡ്ഡലിയുടെ പോലെ തന്നെയുണ്ട്, നല്ല സോഫ്റ്റാണ്. പക്ഷേ ഉള്ളിൽ ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് പഴമുള്ള കാരണം അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടോടുകൂടി കഴിക്കണം, അപ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ചൂടാറി കഴിഞ്ഞാൽ ടേസ്റ്റ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, എന്നാൽ പോലും ചൂടോടുകൂടി കഴിക്കുന്ന ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉള്ളിൽ ആ പഴം കണ്ടില്ലേ, ആ പഴം കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതൊരു ലൈറ്റായിട്ടുള്ളൊരു 4 മണി പലഹാരം എന്ന് വേണമെങ്കിൽ പറയാം. ഹെവി അല്ല. പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇപ്പം നേന്ത്രപ്പഴമൊക്കെ നല്ല മധുരമുള്ള നേന്ത്രപ്പഴം എന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇടണമെന്ന് ആവശ്യമില്ല. പക്ഷേ കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ പഞ്ചസാര വേണ്ടി വരും. 3 ടേബിൾ സ്പൂണാണ് എൻ്റെ കണക്ക്. അപ്പോൾ നിങ്ങളുടെ പഴത്തിൻ്റെ മധുരം അനുസരിച്ച് അതിലൊക്കെ മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന, ഞാൻ അതിഗംഭീരമൊന്നും ഞാൻ പറയില്ല, എന്നാലും ഒരു മോശമില്ലാത്ത ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഹായ്, നമസ്കാരം. ഹായ്, നമസ്കാരം. എന്തുണ്ട് വിശേഷം? പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചക്കര പ്ലീസ്. ഹായ്, എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഹായ് പറഞ്ഞിട്ട് പോകും. ഓക്കെ.